ഇസ്രായേലിന്റെ ഒരു പ്രീ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പലപ്പോഴായിട്ട് പല രാജാക്കന്മാരും പല എംപയേഴ്സും വന്ന് കോൺകർ ചെയ്ത് സ്ലേവ്സ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോയ അവിടെ അവർ സ്ട്രഗിൾ ചെയ്ത ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഹിസ്റ്ററി നമുക്ക് മിഡീവൽ കാലഘട്ടത്തിൽ കാണാം, മോഡേൺ കാലഘട്ടത്തിൽ ഏറ്റവും അധികമായിട്ട് കാണാം. കാരണം ആന്റി സെമിറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് നമുക്കൊരു 16th സെഞ്ചുറി തൊട്ടുള്ള ലിറ്ററേച്ചറിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ബിജുമോഹൻ മെൻഷൻ ചെയ്തപോലെ മെർച്ചന്റ് ഓഫ് വെന്നിസിൽ ഷൈലോക്കിന്റെ പോർട്രയൽ വളരെ ഷ്രൂഡ് ആയിട്ടുള്ള ഒരു ജൂ ആയിട്ട്, ഇതുപോലെ ഓറിയന്റലിസ്റ്റ് പല വർക്ക്സിൽ നമുക്ക് കാണാം ജൂസിനെ വളരെ ഷ്രൂഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട്, വളരെ വിക്കഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള പോർട്രയൽ ഒരു 16th സെഞ്ചുറി തൊട്ട് തന്നെ കാണാം. യൂറോപ്പിലെ പല ദേശങ്ങളിൽ, അത് സ്പെയിനിലാണെങ്കിലും ശരി, റഷ്യയിലാണെങ്കിലും ശരി, പോളണ്ടിലാണെങ്കിലും ശരി, പോളിൻ മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയം, എനിക്ക് തോന്നി ക്രൗഡ് സോഴ്സിങ് എന്നുള്ളൊരു ഐഡിയക്ക് ഇപ്പൊ അല്ലേ നമുക്ക്, ഇതൊരു 50 വർഷം മുമ്പ് ഈ ഒരു മ്യൂസിയം കെട്ടണം, ജൂവിഷ് ഹിസ്റ്ററി പറയാൻ ഒരു മ്യൂസിയം കെട്ടണം എന്നൊരു ഐഡിയ വരികയും ഗവൺമെന്റ് അല്ല, അവിടെയുള്ള സാധാരണ ജൂസ് ഒരുമിച്ച് വന്ന ഒരു വലിയ മ്യൂസിയം, ബ്യൂട്ടിഫുൾ മ്യൂസിയം, പോളിൻ ജൂയിഷ് മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയം കെട്ടുകയും ചെയ്തു. താങ്ക്ഫുള്ളി അവരൊരു കോൺഫറൻസ് വെച്ചപ്പോൾ എനിക്ക് അവിടെ പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ ഇവർക്ക് 3 നിലയുണ്ട്, 3 നിലയുള്ള ഒരു മ്യൂസിയം. ഈ 3 നിലയിൽ ആദ്യത്തെ 2, ഇപ്പൊ നമ്മളൊരു മ്യൂസിയത്തിൽ പോയാൽ എന്ത് കാണും? ഇന്ത്യൻ മ്യൂസിയത്തിൽ പോയാൽ ഓരോ രാജാക്കന്മാര് ഉണ്ടാക്കിയ ഓരോ ശില്പങ്ങള്, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, ഗ്രാൻഡുവറുടെ കാര്യങ്ങളല്ലേ കാണുന്നത്, ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും നല്ല ശില്പങ്ങൾ. ഇവര് ഈ ആദ്യത്തെ 2 നിലയിലും ഇവരുടെ യാതനകളുടെ ചരിത്രമാണ്. അപ്പം ആദ്യത്തെ ഏൻഷ്യന്റ് കാലഘട്ടത്തിന് ഇവര് കാണിച്ചിരിക്കുന്ന ഇവരുടെ ഒരു പോവേർട്ടി ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ മിഡീവൽ കാലഘട്ടത്തിൽ ഇവർക്ക് സ്യൂവറിൽ വരെ, അതായത് അണ്ടർഗ്രൗണ്ട് ടണൽസിൽ ജീവിക്കേണ്ടി വന്നത്. പിന്നെ മോഡേൺ കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ ഹോളോകോസ്റ്റിന്റെ ചരിത്രമാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഹോളോകോസ്റ്റിന്റെ ചരിത്രമൊക്കെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവൻ ഒരു ഒരു ഗ്യാസ് ചേംബറിന്റെ ഒരു ക്രോസ് സെക്ഷൻ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ, വെരി എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ഈ ഒരു കാര്യം നമ്മൾ ഓഷ്വിറ്റ്സിൽ പോയാലും, ഇപ്പൊ എന്റെ ഒരു പ്രൊഫസർ പറയായിരുന്നു, അവരുടെ ഒരു ടീം ഓഷ്വിറ്റ്സിൽ പോയപ്പോ ഒരു വലിയ കപടാമീശക്കാരനായിട്ടുള്ള പ്രൊഫസർ അവരുടെ കൂടെ പോയായിരുന്നു. കാരണം ഈ പുള്ളിക്കാരൻ ജൂ ആണെന്ന് പോലെ എന്റെ പ്രൊഫസറിന് അറിയത്തില്ല. പുള്ളി ഓഷ്വിറ്റ്സിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞത്. കാരണം it's a sense of loss. It's this immense sense of loss that the Jewish diaspora has, which is very very significant in the history of nationalism. കാരണം നമ്മളിപ്പം നാഷണലിസം, ഈവൻ കൾച്ചറൽ നാഷണലിസത്തിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ കൂടി, ഇപ്പം ഇന്ത്യയുടെ ഒരു നാഷണലിസത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ നമുക്ക് ഹാരപ്പ ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് എന്താണ് വേദിക് കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ അതിന്റെ ഗ്രേറ്റ്നെസ് ആണ് പറയുന്നത്. ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന ചക്രവർത്തിമാരുണ്ടായിരുന്നു. ആൻഡ് ഇതിപ്പോ വേറൊരു കൺട്രിയുടെ ഹിസ്റ്ററി എടുത്താലും അവരും അങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്ത്. പക്ഷെ ഇഫ് യു ലുക്ക് അറ്റ് ജൂയിഷ് നാഷണലിസം, ഇറ്റ് ഇസ് നോട്ട് ബിൽറ്റ് ഓൺ ഗ്രാൻഡുവർ. It is built on the idea of loss. It is built on the idea of victimhood. ഇന്ന് നമ്മൾ ഈ എരവാദം പറയത്തില്ലേ പാലസ്തീന്റെ കാര്യത്തില്, എന്താണ് അവര് ഭയങ്കര എരവാദം പറയുന്നത്. ഈ എരവാദം ഏറ്റവും മനോഹരമായിട്ട് നാരറ്റീവൈസ് ചെയ്ത് ഹിസ്റ്റോറിസൈസ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് ജൂസ്. അതായത് അവർ ഏൻഷ്യൻ കാലഘട്ടം തൊട്ടുള്ള അവരുടെ ഐഡന്റിറ്റിയുടെ ലോസ്, അവരുടെ ടെറിറ്ററിയുടെ ലോസ്, ഈ ഒരു നഷ്ടത്തിന്റെ ഒരു ചരിത്രം പറഞ്ഞ് ആ നഷ്ടം വെച്ച് ഒരു നാഷണലിസം ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് ജൂസ്. അവരുടെ യാതനകളുടെ, അവരുടെ സ്ട്രഗിൾസിന്റെ ഇത് പറഞ്ഞു. ഇറ്റ് വാസ് നെവർ ബിൽറ്റ് ഓൺ ദി ഐഡിയ ഓഫ് ഹാവിങ് എ ഗ്രാൻഡ് എംപയർ. അതിപ്പോഴാണ്. ദാറ്റ് ഈസ് ഓൺലി നൗ. ദാറ്റ് ഈസ് പോസ്റ്റ് 1970s ടു ബി എക്സാക്ട്. യോം കിപ്പൂർ വാർ കഴിഞ്ഞ് 1967 യോം കിപ്പൂർ വാർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു നാരറ്റീവ് വരുന്നത്, ദാറ്റ് വി വർ വൺസ് ഗ്രേറ്റ്. വി വർ വൺസ് ഗ്രേറ്റ് എന്നല്ല ഇസ്രായേലൈറ്റ്സ് അല്ലെങ്കിൽ ഈവൻ സയോണിസ്റ്റ് മൂവ്മെന്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. വി ഹാഡ് ലോസ്റ്റ് എവറിത്തിങ്. വി ആർ എ ഗ്രൂപ്പ് വിച്ച് ആർ ഹണ്ടഡ്. ഞങ്ങളെ എപ്പോഴും എന്താണ് ടോർമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പെർസിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ.
which is in alignment with what is there in the Talmud. കാരണം നമ്മളിപ്പം ഓൾഡ് ടെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിലും ഇവരെ എപ്പോഴും പെർസിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ദ നെയിം ഇസ്രായേൽ സജസ്റ്റ് സംബഡി ഹൂസ് കോൺസ്റ്റന്റ്ലി സ്ട്രഗിളിങ്. അങ്ങനെ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ സെൻസ് ഓഫ് ലോസിൽ നിന്നാണ് അല്ലെങ്കിൽ സെൻസ് ഓഫ് വിക്ടിമൈസേഷനിൽ നിന്നാണ് ഇസ്രായേലിന്റെ നേഷൻഹുഡിന്റെ ഐഡിയ തന്നെ ഉടലെടുക്കുന്നത്. ഇത് വളരെ വളരെ ക്ലെവർ ആയിട്ട് സയോണിസ്റ്റ് മൂവ്മെന്റ് യൂസും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്തൊന്നും കേൾക്കാത്ത ഒരു നാരറ്റീവാണ് നമ്മൾ ഇപ്പൊ കേൾക്കുന്നത്. ദാറ്റ് ഇസ് പോസ്റ്റ് 1950s. ദാറ്റ് എപ്പോഴും മുസ്ലിംസും ജൂസും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നത്, വിച്ച് ഇസ് വെരി അൺട്രൂ. അത് ഞാൻ ഇത്രയും നേരം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. ഏൻഷ്യൻ പീരീഡിലും മിഡീവൽ പീരീഡിലും നോക്കുകയാണെങ്കിൽ വെരി ലോങ് പീരീഡ്സ് ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ കൂടെ ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോ കശ്മീരിന്റെ കാര്യം പറയുന്ന പോലെ നമ്മൾ എപ്പോഴും കശ്മീർ ആലോചിക്കുമ്പം കശ്മീരി പണ്ഡിറ്റ്സ് വേഴ്സസ് മുസ്ലിംസ് ഈ ഒരു രീതിയിലാണ്. അപ്പൊ അവിടെയുള്ള ബുദ്ധിസ്റ്റുകളോ, ലാർജ് ചങ്ക് ഓഫ് പോപ്പുലേഷൻ there who are completely absent from the logic or from the rhetoric. അതൊന്ന് ആലോചിക്കുക. ഒരു അവരവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ലേ ലഡാക്കിന്റെ കാര്യം മറന്നേ പോകും പലപ്പോഴും. ഇതുപോലെയാണ് പാലസ്തീനിയൻ ക്രിസ്ത്യൻസ് ഉണ്ട്, പാലസ്തീനിയൻ ഗോത്രവർഗക്കാരുണ്ട്, ട്രൈബൽ ഗ്രൂപ്പ്സ് who don't belong to any of these religions. ഇവരെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ്ലി മറന്നു. അതൊന്നും എന്താ പറയുന്നത്, മൈനോറിറ്റി വിത്തിൻ ദ മൈനോറിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ദേ ആർ കംപ്ലീറ്റ്ലി ഇൻവിസിബിളൈസ്ഡ്. ഇതൊരു വളരെ സങ്കടം ഉള്ളൊരു കാര്യമാണ്. ദാറ്റ് സർട്ടൻ ഗ്രൂപ്പ്സ് ആർ കംപ്ലീറ്റ്ലി മെയ്ഡ് ടു വാനിഷ് when we're talking about large groups warring with one another. ഇതുപോലെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, when we are talking about either Palestine or Israel, one has to make a distinction between the government of that country and the people of that country. ഇപ്പൊ ഇസ്രായേലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റ് വേറെയാണ്, ഇസ്രായേൽ ജ്യൂസ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മനുഷ്യര് വേറെയാണ്. ഇതുപോലെ തന്നെയാണ് പാലസ്തീന്റെ കാര്യം പറയുന്നത്. ഇപ്പം വെരി റീസെന്റ് ഒരുപാട് അമേരിക്കയിലുള്ള ജ്യൂസും ബെൽജിയം പോലുള്ള കൺട്രീസിലുള്ള ജ്യൂസും വളരെ ക്ലിയർ ആയിട്ട് പാലസ്തീനിന് അവരുടെ ഓട്ടോണമി കൊടുക്കണമെന്ന് പറഞ്ഞ് മാർച്ചസ് നടത്തുന്നവരുണ്ട്, ജൂവിഷ് ആയിട്ടുള്ള ആൾക്കാർ. അതിന് ഇഷ്ടം പോലെ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇഷ്ടം പോലെ പിക്ചേഴ്സ് ഉൾപ്പെടെയുള്ള ഇവരുടെ ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട്. മറ്റേ റബനിക് തൊപ്പിയും താടിയൊക്കെയുള്ള നസ്രനേറ്റ് ജ്യൂസ് വരെ പറയുന്നുണ്ട് that the conflict should be ended or autonomous region ആയിട്ട് ഇതിനെ പ്രഖ്യാപിക്കണം. സോ ഈ നെതന്യാഹു ലെഡ് ഗവൺമെന്റ് ഉണ്ടല്ലോ ഇസ്രായേലില്, ആ ഒരു വളരെ റൈറ്റ് വിങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ്. ഈ 2016 I was just reading up last week, 2016 തൊട്ട് നെതന്യാഹുവിനെതിരെ വലിയ കറപ്ഷൻ സ്കാംസ് വന്നിട്ടുണ്ട്. ഈ വലിയ കറപ്ഷൻ സ്കാംസ് വന്നത് കാരണം പ്രൈം മിനിസ്റ്റർഷിപ്പ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ വകുപ്പുകളും പുള്ളിക്ക് ഗിവപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ നെതന്യാഹുവിന് ഇപ്പൊ ഒരു വാർ ആവശ്യമാണ്. കാരണം ഒരു നാഷണലിസ്റ്റിക് സെന്റിമെന്റ്സും ഫാൻ ചെയ്താൽ മാത്രമേ പുള്ളിക്ക് നിലനിൽപ്പുള്ളൂ. പുള്ളിയുടെ ഈ കറപ്ഷനിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ വലിയ ആവശ്യമാണ് ഒരു വാർ. ആൻഡ് അറ്റ് ദ അതർ എൻഡ് പാലസ്തീനിൽ നമ്മൾ ഹമാസ് നോക്കുകയാണെങ്കിൽ ഹമാസിന്റെ നിലനിൽപ്പും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഹമാസിനെ പോലെ ഒരു മിലിറ്റന്റ് സൈഡും കൂടെ ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആകുന്ന പിന്നെയാണല്ലോ ഒരു പൊളിറ്റിക്സിന് നിലനിൽപ്പുള്ളൂ. ബട്ട് മെനി organizations which work there, including NGOs, UN ന്റെ പല ഓർഗൻസ്, അവരെല്ലാം സർവേ നടത്തുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പലപ്പോഴും പീസാണ്. അത് ഗാസയെ കുറിച്ചൊക്കെ വളരെ ഒരുപാട് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്റ്റഡീസ് വന്നിട്ടുണ്ട്. So somewhere we also have to realize that the government is different from people. So who are you siding with? Are you siding with
the people of Israel or the government of Israel. I am standing with Israel എന്ന് പറയുന്ന ആൾക്കാര് നമ്മൾ ഓർക്കണം. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റലിസ്റ്റ് കൾച്ചറൽ നാഷണലിസം മുന്നോട്ട് വെക്കുന്ന നെതന്യാഹുവിന്റെ കൂടെയാണോ നിങ്ങൾ നിൽക്കാൻ പോകുന്നത്? വിച്ച് ഇസ് വെരി സിമിലർ ടു ഹിന്ദുത്വ. ഇപ്പം ഗോവാൽക്കർ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞ ഗോവാൽക്കറുടെ ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ദ ജൂയിഷ് സ്റ്റേറ്റ് ഇസ് എ മോഡൽ ഫോർ us ടു ഫോളോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉള്ള സാഫ്രൻ ഫോളോവേഴ്സ് വളരെ ക്ലിയർ ആയിട്ട് ഇസ്രായേലിന്റെ പക്ഷത്ത് നിൽക്കുന്നത്. കാരണം കൾച്ചറൽ നാഷണലിസം മുമ്പോട്ട് വെച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉണ്ടായി വന്നതും നിലനിൽക്കുന്നതുമായിട്ട് ഒരു സ്റ്റേറ്റ് ആണ് ഇസ്രായേൽ. വേർ എവറി അതർ പേഴ്സൺ who is not a Jew will be or is considered as a secondary citizen. ഇതിന്റെ ഒരു മറ്റേ ഓപ്പോസിറ്റ് സൈഡ് പലപ്പോഴും ഇവർ വെക്കുന്നത് ഇറാനിനെയാണ്. പക്ഷെ ഇറാന്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇറാനില് ജൂയിഷ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇറാനില് ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് കോട്ട റിസർവേഷൻ ഉണ്ട്, അഫർമേറ്റീവ് ആക്ഷൻ ഉണ്ട്. സോ ഈവൻ ഇൻ യുവർ സോ കോൾഡ് ഇസ്ലാമിക് നേഷൻസ്, നമ്മൾ മൊണാർക്കി നിലനിൽക്കുന്ന നേഷൻസിനെ കുറിച്ചല്ല പറയുന്നത്, ഡെമോക്രസി ഉള്ള ഇസ്ലാം മെജോറിറ്റി ഉള്ള നേഷൻസിൽ നോക്കിയാൽ പോലും അവിടെയെല്ലാം അഫർമേറ്റീവ് ആക്ഷൻ ഫോർ മൈനോറിറ്റീസ്, വിച്ച് എവർ മൈനോറിറ്റി യു ഹാവ് ഉണ്ട്. അൺലൈക്ക് ഇൻ ദ കേസ് ഓഫ് ഇസ്രായേൽ വേർ ദർ ആർ നോ സേഫ് ഗാർഡ്സ്. ഇസ്രായേലിന്റെ കാര്യത്തിൽ മൈനോറിറ്റിക്ക് ഒരു റിസർവേഷനും ഇല്ല, അവർക്കൊരു സേഫ് ഗാർഡും ഇല്ല. എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കൺട്രി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ കിങ്ഡം ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഈ നോർത്തേൺ ടെറിട്ടറിയിൽ ഇത്രയും ചെറിയ ഒരു സ്ഥലമായിരുന്നു. ബട്ട് നമ്മൾ 1917 തൊട്ട് നമ്മൾ 2012 വരെയുള്ള ഒരു ഇസ്രായേലിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ മഞ്ഞയിൽ കാണുന്നതെല്ലാം നോൺ ഇസ്രായേൽ അല്ലെങ്കിൽ വേണമെങ്കിൽ പാലസ്തീൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ടെറിട്ടറിയാണ്. ഗ്രീൻ ആണ് ഇസ്രായേൽ. സോ UN പാർട്ടീഷൻ 1947 നടക്കുമ്പോൾ ഈ ഏരിയാസിനെ ഒക്കെയാണ്, ഈ പച്ചയിൽ കാണുന്ന ഏരിയാസ് ഒക്കെയാണ്, ടെലവീവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് ഇസ്രായേലിന് കൊടുത്തിരുന്നത്. ആൻഡ് യു ക്യാൻ വെരി ക്ലിയർലി സി ജെറുസലേമും ബെത്ലഹേമും ഒക്കെ പാലസ്തീനിയൻ ഏരിയയിലാണ്. 1948-49 ഫസ്റ്റ് വാർ കഴിയുന്ന സമയത്ത് ഇസ്രായേൽ എക്സ്പാൻസ്. 1967 യോം കിപ്പൂർ വാർ കഴിയുമ്പോൾ എക്സ്പാൻസ് ഫർദർ. പിന്നെ ഗാസയും ഗോളൻ ഹൈറ്റ്സും പിടിച്ചെടുത്ത് കഴിയുമ്പം ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ പ്രസന്റ് ഡേ ഇസ്രായേൽ. ഈവൻ ഇപ്പോഴും അതിലെ പല റീജിയൻസ് നമ്മള് പാലസ്റ്റൈൻ്റെ മാപ്പ് നോക്കിയാൽ പാലസ്റ്റൈൻ്റെ കീഴിലതും ഇസ്രായേലിന്റെ മാപ്പ് നോക്കിയാൽ ഇസ്രായേലിന്റെ കീഴിലാണെന്ന് കാണാം. സോ ഇത്രയും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഈവൻ ഇഫ് യു ഗോ ബൈ ദർ ഓൾഡ് ഹിസ്റ്റോറിക്കൽ നാരറ്റീവ്, ഈ റീജിയൻസ് ഒന്നും ഇസ്രായേലിന്റെ കീഴിലല്ലായിരുന്നു. ട്രെമൻഡസ്ലി ഗ്രോ ചെയ്ത കൺട്രിയാണ്, ഒരു നേഷൻ സ്റ്റേറ്റ് ആണ് ഇസ്രായേൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഇങ്ങനെ ഗ്രോ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് a group of people will think, okay, this is not right. ഒരു കൺട്രിക്കും ഇതുപോലെ വേറൊരു കൺട്രിയുടെ ഏരിയ പിടിച്ചെടുത്ത് ഗ്രോ ചെയ്യാനുള്ള അധികാരമില്ല. പക്ഷെ ഇത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. കോൺക്വസ്റ്റ് വളരെ വലിയ നല്ല കാര്യമായിട്ട് വിചാരിക്കുന്ന, അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു മൈറ്റ് ഈസ് റൈറ്റ് എന്ന് വിചാരിക്കുന്ന ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് നമ്മുടെ ഇടയ്ക്കുണ്ട്. കുറച്ചു പേരോടെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും, കണ്ടോ ഇസ്രായേൽ ഇത്രയും വാർസ് ജയിച്ചിട്ടില്ലേ, അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ വാറും ഇസ്രായേൽ ജയിക്കുന്നുണ്ട്. സോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമെന്ന്, വിച്ച് ഇസ് എ ഫാസിനേറ്റിംഗ് നാരറ്റീവ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മള് ഇസ്രായേൽ ഹിസ്ബുള്ള വാർ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ലെബനീസ് വാർ, വിച്ച് ഐ തിങ്ക് ഹാപ്പൻഡ് ഇൻ 2006, ഐ മൈറ്റ് ബി റോങ്. ഞാനൊക്കെ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു വാർ ആയിരുന്നു. 36 days. അന്ന് വരെ പറഞ്ഞിരുന്നത് ലെബനൻ പോലെ ഒരു കുഞ്ഞു കൺട്രി ഇസ്രായേലിനെതിരെ, അത് ഇത്രയും വലിയ മോഡേൺ സജ്ജീകരണങ്ങൾ ഒരു കൺട്രിയുടെ 2 ദിവസം പോലും പിടിച്ചിരിക്കാൻ പറ്റില്ലാത്തായിരുന്നു. 34 ദിവസം ആ വാർ നിലനിന്നെന്ന് മാത്രമല്ല ട്രൂസ് ഡിക്ലെയർ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഈ ഒരു നമ്മള് സെലക്റ്റീവ് മെമ്മറി ആണല്ലോ നമുക്ക് പലപ്പോഴും. അപ്പൊ ഇസ്രായേൽ എല്ലാ വാറും ജയിക്കുമെന്നും ജ്യൂസ് ഏറ്റവും കൂടുതൽ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം ജ്യൂസ് ആണെന്നുള്ള ഈ നാരറ്റീവ് എല്ലാം സെലക്റ്റീവ് ചെറി പിക്കിംഗ് ആണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ ആലോചിക്കണം. അങ്ങനെ പറഞ്ഞു വന്നാൽ ഈ ലോകത്ത് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള മിക്കത് ആണുങ്ങളല്ലേ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് ബുദ്ധിയിലെന്നാണോ? ഏറ്റവും കൂടുതൽ വൈറ്റ് പീപ്പിൾ അല്ലേ? കാരണം ഒന്ന് നമ്മൾ ജൂയിഷ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റുവൽ നോളജിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അപ്പൊ ടെക്സ്റ്റുവൽ നോളജ് ആണ് പിന്നീട് നമ്മളെ പല ഡിസിപ്ലിൻ സെന്റേർഡ് നോളജ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇപ്പൊ ക്രാഫ്റ്റ് ബേസ്ഡ് നോളജ് അല്ല. സോ ഇങ്ങനെ പഠിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു ഫോർമാറ്റിൽ പഠിക്കാൻ, കാരണം ഇവര് എത്രയോ വർഷം 2000-3000 വർഷമായിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഇവർ പഠിക്കുന്നത്. അതാണ് പിന്നെ ട്രാൻസ്ഫോംഡ് ആയിട്ട് പല ഡിസിപ്ലിൻസ് ആയിട്ടും വരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയില് പല ബ്രാഹ്മണിക് കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരായിരിക്കും പലപ്പോഴും നമ്മൾ അക്കാഡമിക്സിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്നത്. കാരണം ഈ ടെക്സ്റ്റുവൽ നോളജ് പഠിച്ചു വരുന്ന ഒരു പാരമ്പര്യം ഇവർക്കുണ്ട്. പക്ഷെ ക്രാഫ്റ്റിനെ നമ്മൾ നോളജ് ആയിട്ട് കാണുന്നില്ലല്ലോ, അതിനെ സ്കില്ലായിട്ടല്ലേ കാണുന്നുള്ളൂ. സോ ഇന്ന് നിലനിൽക്കുന്ന നോളജ് ഫോംസിന്റെയും ഇന്ന് നിലനിൽക്കുന്ന വേൾഡിന്റെയും ഏറ്റവും ഇൻ ട്യൂൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അതുമല്ല ഇതൊരു എന്താണ്, ഇന്ന് നമുക്ക് ചില ഗ്രൂപ്പ്സിനോട് ഉള്ള ഒരു ഒബ്സഷൻ കാരണം, അല്ലെങ്കിൽ ചില ഗ്രൂപ്പ്സിന്റെ ഹിസ്റ്ററി നമ്മൾ ഓർത്തു നിൽക്കാൻ നമുക്ക് കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ട്, ആൻഡ് വിച്ച് കംസ് ഫ്രം എ വെരി ക്രിസ്ത്യൻ mythology by the way, and which spread throughout the world through colonialism. അതുകൊണ്ടാണ് നമ്മളിത് ഓർത്തു നിൽക്കുന്നത്. അല്ലാതെ ഒരു വളരെ ഒരിക്കലും അപ്രമാദിത്വമുള്ള ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിലും ഹിസ്റ്റോറിക്കലി ഇവരെ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിലും മേ ബി ദാറ്റ് മൈറ്റ് നോട്ട് ബി ദ വെരി കറക്റ്റ് വേ ടു ലുക്ക് അറ്റ് തിങ്സ്. മാളവികപ്പം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഈവൻ ബദ്രുമാ സാറുമായിട്ട് നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് ഹിസ്ബുള്ളിനെ അതിനുശേഷം തൊടാനുള്ള ധൈര്യം ഇസ്രായേലിന് ഉണ്ടായിട്ടില്ല. ആ ഒരു യുദ്ധത്തിന് ശേഷം ആ വശത്തേക്കേ അവര് യുദ്ധത്തിന് പോയിട്ടില്ല. കാരണം അവര് കൃത്യമായിട്ട് ആയുധങ്ങൾ സംഭരിക്കുകയും അതൊരു മിലിറ്ററി ഫോഴ്സ് ആയിട്ട് മാറി. അപ്പൊ ഒരു ഉദാഹരണത്തിന് ഇവര് ഈ 6 രാജ്യങ്ങളെ തോൽപ്പിച്ചു. 6 ദിവസത്തെ യുദ്ധം കൊണ്ട് ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ തോൽപ്പിച്ചു. പക്ഷെ നിങ്ങൾ ഈജിപ്ത് ഒന്നും ഒരിക്കലും ഒരു മിലിറ്ററി ഫോഴ്സ് ആയിരുന്നില്ല. വളരെ ഒരു ഫ്യൂഡലിസ്റ്റിക് സിസ്റ്റമാറ്റിക് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ഫ്യൂഡൽ ഫോഴ്സ് മാത്രമായിരുന്നു ആ രീതി നോക്കുമ്പോൾ. അതേസമയം ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഹിസ്ബുള്ളിനെ ഈ രീതിയിൽ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഇറാനാണ്. ഇറാന്റെ റോയൽ ഫോഴ്സ് കൃത്യമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും അവർക്ക് ആയുധങ്ങൾ കൊടുക്കുകയും ചെയ്തത് കൊണ്ടാണ് ഇറാന്റെ ആ റോയൽ ഫോഴ്സിന്റെ ഹെഡിനെ ഇവര് കൊന്നത്. ഇവര് ഓർമ്മയുണ്ടോ ഈ റോക്കറ്റ് അയച്ച് അമേരിക്കക്കാരെ കൊന്നത്? കാരണം ആ വൈരാഗ്യം ഇപ്പോഴും നിൽപ്പുണ്ട്. അതാകാൻ വലിയ സാധ്യത. അതുമല്ല, ഈ ലെബനീസ് വാർ എന്നുള്ളത് ഇവർ യൂസ് ചെയ്യുന്നില്ല. ഇവൻ നമ്മള് അമേരിക്കൻ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ലെബനീസ് മിലിറ്ററി സ്ട്രൈഫ്, they don't use the term war. കാരണം വാർ എന്ന് യൂസ് ചെയ്ത് ഇവർ തോറ്റമായിട്ട് വരത്തില്ലേ. ഒന്നിന് സീജ് അല്ലെങ്കിൽ സ്ട്രൈഫ് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടേംസ് ഇവർ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഇങ്ങനെ അൺഡിഫീറ്റബിൾ ഒന്നും അല്ല. ഇസ്രായേലിനെതിരെയുള്ള പ്രതിരോധത്തില് നിങ്ങൾക്ക് ഇസ്രായേലിന് ഇത്രയധികം ന്യൂക്ലിയർ ബോംബില്ലേ, ഇത്രയധികം സൈനിക ശക്തിയില്ലേ, അവർക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ചാര സംഘടനയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു ഒപ്പോണന്റ് അല്ല അവരിനി ഫേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് വിയറ്റ്നാമിന് എങ്ങനെയാണ് US തോൽപ്പിക്കാൻ സാധിച്ചത്? യുദ്ധം വെച്ച് നോക്കുമ്പോഴും ആയുധ സമരം വെച്ച് നോക്കുമ്പോൾ ദേ ആർ നോട്ട് ഇക്വാലന്റ്. അല്ലാതെ ആലോചിച്ച് നോക്കിയ ഇസ്രായേലിന് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതിന് യാതൊരു കുഴപ്പമില്ല. ഇറാനിലോ ഇറാഖിലോ ഇവർ ഡെവലപ്പ് ചെയ്ത ഉടനെ അമേരിക്ക ഇവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറയും. സോ യു ആർ ലെറ്റിംഗ് വൺ കൈൻഡ് ഓഫ് ന്യൂക്ലിയർ ടെക്നോളജി ഗ്രോ in the same part of the world. ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പില് ഒരു മെമ്പറാണ് ഇസ്രായേൽ. വേറെ ഒരു കൺട്രിയും സപ്ലയേഴ്സ് ഗ്രൂപ്പിൽ മെമ്പർ ആകാൻ സമ്മതിക്കത്തില്ല. അപ്പം നിങ്ങൾ തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യാണ് ഇസ്രായേലിന് ഇത്രയും വലിയ ഫോർമുലബിൾ ശക്തി. നിങ്ങളെന്ന് പറഞ്ഞ ഇവിടെ US തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യണം. എന്നിട്ട് പറയാണോ അവർ ഭയങ്കര സംഭവമാണ്. ഞാന് സൗത്ത് കൊറിയ സമയത്ത് ഞാനൊരു കൊറിയൻ ലാംഗ്വേജ് ക്ലാസ്സിൽ പോയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പല ക്ലാസ്സുകളുണ്ട്. അതില് ഒരിക്കലൊരു ടീച്ചർ ഇസ്രായേൽ ഒബിയസ്ലി അവരുടെ പൊളിറ്റിക്കൽ അപ്ബ്രിങ്ങിങ് അങ്ങനെ ആയിരിക്കും. അവർ പറഞ്ഞു ഇറാന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടായത് വലിയ പ്രശ്നമാണ്, അത് ലോക സമാധാനത്തിന് തന്നെ പ്രശ്നമാണെന്ന് വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു,
എന്തുകൊണ്ടാണ് ഇറാൻ ന്യൂക്ലിയർ ബോംബ് എന്ന ലോക പ്രശ്നമായി മാറുന്നത്? അവർ പറഞ്ഞു അതൊരു മുസ്ലിം രാജ്യമില്ല. ഞാൻ ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് കൺട്രി, ഇലക്ഷൻ നടക്കാറുണ്ട്. പിന്നെ ഡെമോക്രസിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ സൗത്ത് ആഫ്രിക്കൻ അപ്പാർത്തൈഡ് ഗവൺമെന്റ് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. പിന്നെ അത് ബ്ലാക്സ് അധികാരത്തിൽ വന്നപ്പോൾ അവർ ആദ്യം ചെയ്തത് ഈ ന്യൂക്ലിയർ ബോംബ് എല്ലാം ഡിസ്മാൻഡിൽ ചെയ്യുക എന്നാണ്. അതായത് അപ്പൊ ഡെമോക്രസി അല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ സുപ്പീരിയോറിറ്റി ആണ്, അമേരിക്കൻ സുപ്പീരിയോറിറ്റി. ഗാർഡിയൻഷിപ്പ് എപ്പോഴും അവർക്ക് വേണമല്ലോ. മറ്റേ ഇവരുടെ സിനിമയെ കാണിക്കുന്ന പോലെയാണല്ലോ, ലോകത്തെ രക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ മാത്രം രക്ഷിക്കാവുള്ളൂ, വേറെ ആരും രക്ഷിക്കരുത്. ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് ഒന്ന് തുർക്കി മുമ്പൊന്ന് ഒരിക്കലും ഇല്ലാതിരുന്ന രീതിയിൽ ആ ഏരിയയിലെ പൊളിറ്റിക്സിൽ ഇടപെടാൻ തുടങ്ങി. എർദോഗാനെ നമുക്ക് അനുകൂലിക്കുകയോ എതിർക്കുകയോ ഒക്കെ ചെയ്യാം. എർദോഗാൻ എതിരാണ്. എർദോഗാൻ മറ്റൊരു കൾച്ചറൽ ബ്യൂട്ടിഫുൾ എന്താണ് മോണ്യുമെന്റ്സ്. അത് എത്രയും ചരിത്രം, ശരിക്കും ചരിത്രം ഓർക്കുന്ന ഒരു സ്ഥലമാണ് അത്. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം അതൊരു ചർച്ച ആയിരുന്നു, ചർച്ച ആയിട്ട് അതൊരു മോസ്ക് ആയി കഴിഞ്ഞിട്ട് അതൊരു മ്യൂസിയം ആവുന്നു, മ്യൂസിയം ആയി കഴിഞ്ഞിട്ട് വീണ്ടും ചർച്ച ആവുന്നു, പിന്നെയും അത് മോസ്ക് ആവുന്നു. ഇതിനൊക്കെ എവിഡൻസും അവിടെ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലമൊക്കെ ഡീസെക്യുലറൈസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. തുർക്കിയുടെയും ഇറാന്റെയും ഇടപെടൽ ഇത്തവണ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇതിൽ എനിക്ക് തോന്നിയ വേറൊരു വലിയ ഇമ്പോർട്ടന്റ് കാര്യം, ഇസ്രായേലിന്റെ ന്യൂക്ലിയർ പവറും അവരുടെ ആയുധ ശേഖരവും ഒക്കെ എല്ലായ്പ്പോഴും എല്ലാ സമയത്തും എഫക്റ്റീവ് ആയി വരുന്നില്ല. ഇപ്പൊ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് അത് പണ്ടായത്തിൽ വെക്കാനല്ലാതെ നിങ്ങൾ പാലസ്തീനിൽ എവിടെയാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത്? അടുത്ത് കിടക്കുന്ന രാജ്യത്തിന് നിങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ് ഇടാൻ പറ്റുമോ? നിങ്ങൾക്ക് ചത്തുപോകില്ലേ? ഇന്ത്യക്കാർക്ക് ന്യൂക്ലിയർ ബോംബ് എന്ന് വെച്ചാൽ ലാഹോറിൽ പോയി ബോംബ് ഇടാൻ പറ്റുമോ? ഇല്ല. ഡൽഹി കൂടെ പോയി കിട്ടും. അതെ അതെ, അവർക്ക് അമൃത്സറിൽ വന്നിട്ട് ബോംബ് ഇടാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഡൽഹിയിൽ വന്നിട്ട് അവർക്ക് ബോംബ് ഇടാൻ പറ്റില്ല. അപ്പൊ അത്തരത്തില് ആയുധക്രമങ്ങൾ മാത്രമല്ല. പക്ഷെ ഏറ്റവും രസകരമായ കാര്യം, ഞാൻ എല്ലായിടത്തും ഇസ്രായേൽ അനുകൂലിക്കുന്ന ആൾക്കാരോട് പറയുന്ന കാര്യം, ലോകത്ത് UN ഉണ്ടായ ശേഷം ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുള്ളത് ഇസ്രായേലിനെതിരെ ആയിരിക്കും. ഏറ്റവും അധികം UN റെസൊല്യൂഷൻസ്, അത് ഞാൻ ഇന്നലെ വായിച്ചൊരിതാണ്, UN റെസൊല്യൂഷൻസ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരേ ഒരു രാജ്യം ഹു കണ്ടിന്യൂസ് ടു ബി എ മെമ്പർ ഓഫ് UN ബൈ ദ വേ ഇസ്രായേലാണ്. എനിക്കൊന്നു 127 ഏതൊരു നമ്പർ ഉണ്ടായിരുന്നു. അത്രയും റെസൊല്യൂഷൻസ് ഇവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവർക്കെതിരെ ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. ഇറാൻ ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കേ എത്ര എംബാർക്കോ ഉണ്ടായിരുന്നെ. പാലസ്തീനെ കുറിച്ച് കേൾക്കുന്ന ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്ന കാര്യം, ഈവൻ ഈ കോവിഡ് കാലത്ത് അവിടെയുള്ള ക്ലിനിക്കുകൾ നശിപ്പിച്ചത് കൊണ്ട് ആൾക്കാർക്ക് ചെക്ക് ചെയ്യാൻ പോലുമുള്ള സൗകര്യം ഇപ്പൊ അവിടെ ഇല്ല. ചോംസ്കിയുടെ ഗാസൈൻ ക്രൈസിസിലും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന പല UN ഗ്രൂപ്പ്സിൽ ഉണ്ടായിരുന്ന, പിന്നീട് തന്നെത്താന അസോസിയേഷൻസ്, ഓർഗനൈസേഷൻസ് ഗാസയിലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പല അമേരിക്കൻസ് തന്നെ അക്നോളജ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, UNRA വേണ്ട എന്ന് വെച്ച, അല്ലെങ്കിൽ UNRA റോൾ ബാക്ക് ചെയ്ത ഒരേ ഒരു സ്ഥലം, UN റെഫ്യൂജി ആക്ഷൻ സ്ഥലം ഗാസയാണ്. അതും വിക്കിലീക്സ് ഉണ്ടായല്ലോ, ജൂലിയൻ അസാഞ്ചിന്റെ വിക്കിലീക്സ് ഉണ്ടായപ്പോ വിക്കിലീക്സില് വന്ന ഒരു ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ, അത് ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ അല്ല, there were thousands of pages there. അതിൽ പറയുന്ന ഒരു കാര്യം, ഇസ്രായേലിന്റെ മിലിറ്ററി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഗാസയിലെ കാലറി റിക്വയർമെന്റ്, ജീവിക്കാൻ വേണ്ടി മാത്രം എത്ര കാലറി ഒരാൾക്ക് റിക്വയർഡ് ആണ്, അത് ഗാസയിലെ ഡയറ്റ് അനുസരിച്ച് റിക്വയർഡ് ആണ്. അത്രയും റേഷൻ സപ്ലൈസ് മാത്രം, അതായത് ബെയർ മിനിമം റേഷൻ സപ്ലൈസ് മാത്രമേ ഗാസയിലോട്ട് അലോ ചെയ്യത്തുള്ളൂ. ഇവർക്ക് സ്കൂള് ഇത്ര 3-4 സ്കൂളുകൾ മാത്രമേ ഒരു ഏരിയയിൽ ഫങ്ഷൻ ചെയ്യാവുള്ളൂ എന്ന് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. ഇതിൽ കൂടുതൽ ഒരു സ്കൂള് വരികയാണെങ്കിൽ കൃത്യമായിട്ട് ആ സ്കൂളിനെ ഡിസ്മാൻറ്റിൽ ചെയ്യാനും അങ്ങോട്ട് സപ്ലൈസ് വിടാതിരിക്കാനുമുള്ള പ്രൊവിഷൻസ് ഇസ്രായേലി ആർമി ചെയ്യും. ഇതുപോലെ തന്നെ ഗാസയിൽ നിന്ന് എത്ര പേര് റെഫ്യൂജി ആയിട്ട് വേറെ കൺട്രീസിലോട്ട് വിടാം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. ഇതൊന്നും ബൈ ആക്സിഡന്റോ ബൈ കോയിൻസിഡൻസോ നടക്കുന്നതല്ല. വളരെ കൃത്യമായിട്ട് ചെക്ക് പോയിന്റ്സും വളരെ കൃത്യമായിട്ട് ജനസൈഡ് ആണ് ഗാസയുടെ ആൾക്കാരെ. കാരണം അതൊരു അൺഇൻഹാബിറ്റഡ് റീജിയൻ ആക്കണം. ആൻഡ്
It should happen as if it is natural. ഒരു ജനത പെരിഷ് ചെയ്തു പോയി എന്നുള്ള മട്ടില് വരുത്തി തീർക്കാനുള്ളതാണ്. ഇത് വർഷങ്ങളായിട്ട് ഈ ജനസൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് വെരി സ്ലോ, ഇറ്റ് ഹാസ് ബീൻ വെരി നാച്ചുറലൈസ്. ഇതിപ്പോ ആൾക്കാര് പട്ടിണി കാരണം മരിച്ചു, അത് ഗ്രാജുവൽ പട്ടിണി കാരണമാണ് മരിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും ഒരു ന്യൂസ് പേപ്പർ ന്യൂസ് ആകില്ല, ഒരു ഹെഡ്ലൈൻ ആകില്ല. അതുകൊണ്ട് തന്നെ ഈ 10 വർഷമായിട്ട് 15 വർഷമായിട്ട് സ്ലോ ജനസൈഡ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് നമുക്കുണ്ട്, മിലിറ്ററി കറസ്പോണ്ടൻസ് നടക്കുന്നുണ്ട്. അതിന്റെ എവിഡൻസ് ആണ് ഈ വിക്കിലീക്സിൽ വന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്ക്, വേറൊരു കൺട്രി തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ന റീജിയണിൽ ആൾക്കാർ ഇത്രയും ഭക്ഷണം കഴിച്ചാൽ മതി, അവരുടെ കുട്ടികൾക്ക് ഇത്രയും ഭക്ഷണം കൊടുത്താൽ മതി. അവിടെ ഗ്രോ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവിടെ അഗ്രികൾച്ചർ തുടങ്ങുകയാണെങ്കിൽ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് വെപ്പൺസ് ആണെന്ന് പറഞ്ഞൊരു കോൺഫിസ്കേറ്റ് ചെയ്ത് കൊണ്ടുപോകും. ഒരു നാടിനെ ഡീപോപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിങ്ങനെ 10 പേര് 20 പേരെ കൊന്നു കളയുന്ന അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപണം വഴി കൊന്നു കളയുന്നതിനേക്കാളും എത്ര ഡയബോളിക് ആണെന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഡെവിളിഷ് സ്കീമാണ് ടു വൈപ്പ് ഔട്ട് പീപ്പിൾ. അവരൊരിക്കലും എന്നാൽ ഈ ആൾക്കാരെ അവിടെ ഒറ്റയടിക്ക് കൊന്നു കളയുന്നതിനേക്കാളും അവിടെ നിലനിർത്തി, വിച്ച് ഇസ് ഓൾസോ എന്താ പറയുന്നത്, അവരൊരു വാർണിംഗ് കൂടെയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക്. ദിസ് ഇസ് വാട്ട് വി ക്യാൻ ഡു എന്നുള്ളത്. ചോംസ്കിയുടെ എനിക്കൊന്ന് 2014 ഇപ്പോഴല്ല, ഇത്രയും വർഷങ്ങളും 7 വർഷം മുമ്പുള്ള ഒരു സ്പീച്ചിൽ പുള്ളി MITയുടെ ഒരു ഓഡിയൻസിന് മുമ്പിലുള്ള ഒരു സ്പീച്ചിലാണെന്ന് ചോംസ്കി പറയുന്നുണ്ട്, ഇനി നിങ്ങൾ നോക്കിക്കോ, നെക്സ്റ്റ് ടൈം ഒരു ടെക്നോളജിക്കൽ അപ്സേർജ് മിലിറ്ററി ടെക്നോളജിയുടെ ഒരു ലെവലും കൂടെ മുകളിലോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് അവിടെ ഒരു വാർ നടക്കും. ആ വാറിലൂടെ ഇവർ ഡിസ്പ്ലേ ചെയ്യും ഇവർക്ക് പുതിയതായിട്ട് ഇവർ എന്തൊക്കെ റോക്കറ്റ്സ് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്, അതിന്റെ റേഞ്ച് എന്താണ്, എത്ര പേരെ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ ഇത്രയും കണ്ടെയ്ൻഡ് ഏരിയയിൽ ഇന്ന സ്ഥലത്ത് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർ കാണിക്കും. ഈച്ച് ടൈം ഇസ്രായേലിനകത്തൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് വന്നാലോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മിലിറ്ററി ടെക്നോളജി കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയാലോ ആ രണ്ടിന്റെയും ഇമ്പാക്ട് വരാൻ പോകുന്ന ഗാസ സ്ട്രിപ്പിലാണ്. ഇത് 2014 പുള്ളി പറയുന്ന ഒരു സ്പീച്ചിലാണ്. കഴിഞ്ഞ 7 വർഷം നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് നടക്കുന്നത്. കാരണം അവർക്ക് അവരുടെ പുതിയ മിലിറ്ററി എക്സ്പെരിമെന്റേഷൻ നടത്താനുള്ള ഒരു സ്ഥലവുമായിട്ടും അവർക്ക് കൃത്യമായിട്ട് ഡീപോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ, സോ ഇൻ ദ നെക്സ്റ്റ് 10-15 ഇയേഴ്സ് ആ ഏരിയ അവരുടെ ലാൻഡിന്റെ പാർട്ട് ആക്കാൻ വേണ്ടിയും ആണ് അങ്ങനെ ഗാസയെ നിലനിർത്തിയിരിക്കുന്നതെന്നാണ് ചോംസ്കിയുടെ വാദം. ചോംസ്കി പറയുന്നുണ്ട് ഹെജിമണി കാണിക്കാൻ പല രീതിയിൽ ചെയ്യാം, ഒരു ജനതയെ മുഴുവൻ വൈപ്പൗട്ട് ചെയ്യുന്ന വഴി ചെയ്യാം, പക്ഷെ അതിനേക്കാളും ഉപരി നിങ്ങളിങ്ങനെ ഹോസ്റ്റേജ് ആക്കി കീപ്പ് ചെയ്ത് ബാക്കിയുള്ള വേൾഡിന് ഒരു സിമ്പിൾ ആയിട്ട് ടു ഷോ ദാറ്റ് ദിസ് ഇസ് വാട്ട് വി കൻ ഡു. ജോൺ പിൽജർ 1974 TV പ്രോഗ്രാം ചെയ്തിരുന്നു. അതിന്റെ പേര് പാലസ്തീൻ സ്റ്റിൽ ദ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററിയാണ്. അത് 2002 വീണ്ടും ഒന്നും കൂടി അദ്ദേഹം റീ എഡിറ്റ് ചെയ്ത് റിലീസ് ചെയ്യുകയുണ്ടായി. അപ്പൊ അതില് പറയുന്നുണ്ട്, അതായത് ഗാസ സ്ട്രിപ്പില് ഇസ്രായേലുമായിട്ട് ഒരു കോൺഫ്ലിക്ട് ഉണ്ടായി കഴിയുമ്പോൾ ഇസ്രായേൽ പട്ടാളം അതിനകത്തേക്ക് കയറിയിട്ട് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകും, അറസ്റ്റ് ചെയ്യും, വെടിവെച്ച് കൊല്ലും ഒക്കെ ചെയ്യും. എന്നിട്ട് അവിടെ തിരികെ പോയി കഴിഞ്ഞ സമയത്ത് അവിടത്തുള്ള ബിൽഡിങ്സും അവിടത്തുള്ള സ്കൂളുകളൊക്കെ സന്ദർശിക്കാൻ ജോൺ പിൽജർക്ക് സാധിച്ചു. അപ്പൊ അദ്ദേഹം ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അതായത് പ്രൈമറി സ്കൂളിലെ. ആ സ്കൂളിന്റെ അകത്ത് പട്ടാളം മനുഷ്യന്റെ മലം നിറച്ചിരിക്കുന്നതിനകത്ത്. അപ്പം ജോൺ പിൽജർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവരിത് ചെയ്യുന്നത്? ഇപ്പോ നിങ്ങൾക്ക് തീവ്രവാദികളെയും ഭീകരവാദികളെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ അവരെ ഒതുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആക്രമിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പട്ടാളം അവരെ കയറി ചെല്ലുന്നതെങ്കിൽ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് കാണിക്കുന്നതിന്റെ അർത്ഥം കൃത്യമായിട്ട് അപമാനിക്കലാണ്. നിങ്ങൾ മലത്തേക്കാൾ താഴെ നിൽക്കുന്ന മനുഷ്യരാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇവിടെ അവശേഷിക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം ഇവിടെ നിന്ന് നിങ്ങൾ സ്ഥലം വിടുക എന്ന് ആധുനിക കാലഘട്ടത്തിൽ UN ഒബ്സർവേഴ്സിന്റെ എല്ലാം മുന്നിൽ വെച്ച് ഇസ്രായേൽ കഴിഞ്ഞ 50-60 വർഷമായിട്ട് തുടരെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വേറെ ഒന്നുമായിട്ട്, ഹ്യൂമൻ ഹിസ്റ്ററിയിൽ വേറെ ഒന്നുമായിട്ട്, മോഡേൺ ഹിസ്റ്ററിയിൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല. പിന്നെ അതേപോലെ നിങ്ങൾ പറഞ്ഞ ചെക്ക് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട്, വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഡോക്യുമെന്ററിയാണ്. ഇത് കാണിക്കുന്നത് ചെക്ക് പോയിന്റുകളാണ്. ഈ പാലസ്തീന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് പാലസ്തീൻ ഇസ്രായേൽ ഇങ്ങനെയല്ല നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ?
കാരണം നിങ്ങൾ വെസ്റ്റ് ബാങ്കിന്റെ അകത്ത് കംപ്ലീറ്റ് പിടിച്ചൊക്കെ കഴിഞ്ഞു, ഇല്ലീഗൽ സെറ്റിൽമെന്റ്സ് ആയി കഴിഞ്ഞു. അപ്പം ഓരോ ചെക്ക് പോയിന്റുള്ള ജീവിതം എങ്ങനെയാണ് ഈ പാലസ്തീൻസ് ആൾക്കാരുടെ, എങ്ങനെയാണ് പട്ടാളം ഈ മനുഷ്യരോട് പെരുമാറുന്നത്? അതായത് എല്ലാ ദിവസവും കാണുന്ന മനുഷ്യർ, അവർക്കറിയാം പട്ടാളക്കാർക്ക് ഇവരുടെ അവസ്ഥയാണ്. എന്നാൽ എല്ലാ തവണയും അവർ തടഞ്ഞു നിർത്തുകയും അവരുടെ കാറിനെ പരിശോധിക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒരേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നത് എന്താണ് കാണിക്കുന്നത്? ഇത് ഒരു തടങ്കൽ പാളയമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ തടങ്കൽ പാളയമാണ് പാലസ്തീൻ എന്ന് നമുക്ക് മുമ്പിൽ വളരെ വ്യക്തമായിട്ടും. എനിക്ക് കുറച്ച് അമേരിക്കൻ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അതില് ഒന്ന് രണ്ട് ജൂയിഷ് ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ അതില് ഒരാൾ എന്നോട് പറഞ്ഞാണ്, അമേരിക്കൻ ജൂയിഷ് യൂത്തിന്റെ ഇടയ്ക്ക് ഉള്ള ഒരു 20 years മുമ്പ് തൊട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. അവരിൽ ഏബിൾ ബോഡീഡ് ആയിട്ടുള്ളവർ ഇസ്രായേലിൽ പോയിട്ട് ഒരു ടേം ഇസ്രായേലി ആർമിയിൽ സെർവ് ചെയ്യും, ട്രെയിനിങ്ങും കാര്യങ്ങളുമായിട്ട്. അപ്പം ഇതില് ഒരു 40 വയസ്സൊക്കെ ഉണ്ട് എൻ്റെ കൂട്ടുകാരൻ. ആ പുള്ളി ഒരു 6-7 വർഷം മുമ്പേ പോയിരുന്ന സമയത്ത് അവർക്ക് ഉള്ള ഒരു അസൈൻമെന്റ് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു ചെക്ക് പോയിന്റിൽ ഏതെങ്കിലും ഒരു 2 ദിവസം ഇസ്രായേലി സോൾജേഴ്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു. അപ്പം ഇവര് കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇസ്രായേലി സോൾജേഴ്സ് ഇത്രയും കഷ്ടപ്പെട്ട്, അതായത് 2 പ്രാവശ്യം മാത്രം ഭക്ഷണം കഴിച്ച് ഗാർഡ് ചെയ്യുന്നു, ഇസ്രായേൽ ടെറിട്ടറി ഗാർഡ് ചെയ്യുന്നു. പക്ഷെ എന്റെ ഈ കൂട്ടുകാരൻ ജൂ ആണെങ്കിലും ഡെമോക്രാറ്റ് ആണ്. അപ്പം പുള്ളി അവിടെ ഒരു ചെക്ക് പോയിന്റിൽ ഇതുപോലെ പോയിരുന്നപ്പം പുള്ളി പറയുന്നത്, അവിടെ ഈ സാധാ മനുഷ്യര്, ആടൊക്കെ മേയിച്ചുകൊണ്ട് വരുന്ന ഷീപ്പ് മേയിച്ചുകൊണ്ട് വരുന്ന സാധാ മനുഷ്യര് അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഫുൾ ബോഡി ഫ്രിസ്ക് ചെയ്യുമെന്ന്. അപ്പം ഒരു ദിവസം ഈ ഫ്രിസ്ക്, അപ്പം ആദ്യത്തെ ഒരു ദിവസം ഇയാൾക്ക് ഇങ്ങനെ ഫ്രിസ്ക് ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. സെക്കൻഡ് ഡേ ഇങ്ങനെ ഫ്രിസ്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പയ്യന്റെ കയ്യില് ഒരു തീപ്പെട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ തീപ്പെട്ടി ഉണ്ടായിരുന്നപ്പോ ഈ പയ്യന ഈ ഇസ്രായേലി ആള് 6 മണിക്കൂർ ഭക്ഷണം കൊടുക്കാതെ ചെക്ക് പോയിന്റ് നിർത്തി. അപ്പൊ എന്റെ ആ കൂട്ടുകാരൻ അപ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ അവിടുത്തെ ഔട്ട്സൈഡർ ആണ്, അവൻ ആക്ച്വലി ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ്. അപ്പൊ ആ അമേരിക്കൻ സിറ്റിസണ് ഇസ്രായേലില് കൂടുതൽ പവർ ഉണ്ട്, മോർ ദാൻ പീപ്പിൾ ഹു ഹാവ് ബീൻ ലിവിങ് ദെയർ ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. അവരുടെ ഈ കൂട്ടുകാരൻ തന്നെ, മാർക്കസ് എന്നാണ് അവന്റെ പേര്, അവൻ തന്നെ പറയായിരുന്നു, ഞാൻ ചെക്ക് ചെയ്ത അയാളും അയാളുടെ മകനും അയാളുടെ അച്ഛനും അയാളുടെ അപ്പൂപ്പനും എല്ലാം വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുകയാണ്. ഞാൻ ഔട്ട്സൈഡർ, എന്റെ അപ്പനും അപ്പൂപ്പനൊക്കെ അമേരിക്കക്കാരാണ്. ഞാനും ഇവനെ ചെക്ക് ചെയ്യുന്നതിനുള്ള ഇതാണ്. അവന്റെ ഒരു ചെറിയ തീപ്പെട്ടി ഉണ്ടായിരുന്നതിന് 6 മണിക്കൂർ ഭക്ഷണം കൊടുക്കാതെ പയ്യനെ ആ ചെക്ക് പോയിന്റ് നിർത്തി. അപ്പൊ അതിന്റെ ഒരു ഹൊറർ ഇവന് മനസ്സിലാകുന്നത് ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. എന്നിട്ട് അവൻ തന്നെ പറയുന്നുണ്ട് ഇതൊരു ചെറിയ പണിഷ്മെന്റ് ആണ്, ദിസ് ഇസ് ദ ലീസ്റ്റ്, അങ്ങനെ വെറുതെ അവളെ നിർത്തുന്നത്. സോ ഇമാജിൻ നമ്മുടെ ഒരു നാട്ടിൽ വേറൊരാള് വന്നിട്ട് നമ്മളെ തന്നെ സർവൈൽ ചെയ്യുന്നത്. ദിസ് ഇസ് വാട്ട് പാലസ്തീനിയൻസ് ആർ ഗോയിങ് ത്രൂ, or this is what people in West Bank and Gaza are going through. കൊറോണ കാലത്ത് ഇപ്പൊ പോലീസ് പുറത്തിറങ്ങരുത് നമ്മൾ നിർദ്ദേശിക്കുന്നു. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പോലീസുകാരൻ നമ്മളെ പിടിച്ച് നിർത്തുമ്പോൾ തന്നെ നമുക്ക് എന്ത് ദേഷ്യം തോന്നുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ദിവസം നേരിടുന്ന ഒരു അനുഭവം വെച്ചിട്ടാണ് നമുക്ക് ഈ ദേഷ്യവും ഒക്കെ തോന്നുന്നത്. പക്ഷെ ജീവിതകാലം മുഴുവൻ ഈ അനുഭവങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചോളം എന്ത് വലിയ, ഞാനിപ്പോ അതിനെ ആലോചിക്കുന്ന 2 രീതിയിലാണ്. ഇപ്പോ മാളവിക പറഞ്ഞു നമ്മളെ ഗവൺമെന്റുകൾക്കെതിരെയാണ്, മനുഷ്യന്മാർക്കെതിരെയല്ല, ഇസ്രായേൽ പൗരന്മാർക്കെതിരെയല്ല, നമ്മൾ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അത്ര എളുപ്പമല്ല നമുക്ക് പറയാൻ എളുപ്പമല്ല എന്ന് വെച്ചാല് ഇസ്രായേലിലുള്ള മനുഷ്യന്മാർ അവര് ഒരുപക്ഷെ ഇസ്ലാമിനോടോ അല്ലെങ്കിൽ അറബ് ജനതയോടോ പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെയല്ല അവർ വളർത്തുന്നത്. അവരുടെ വിദ്യാഭ്യാസ തുടക്കഘട്ടം മുതൽ തന്നെ ഇത് കൃത്യമായിട്ട് അറബ് വിരോധവും കൃത്യമായിട്ട് മുസ്ലിം വിരോധവും അവർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റൈറ്റ് വിങ് ഫോഴ്സസ് വളരുന്നത് അവിടെ. എല്ലാവരും റൈറ്റ് വിങ് അല്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇസ്രായേലിലുള്ള ഒത്തിരി ജൂസ് ആയിട്ടുള്ള ചിന്തകന്മാര് ഈ ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ പോലുള്ളവര് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് ഇപ്പൊ വെസ്റ്റ് ബാങ്കിലേക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രേഷൻ നടക്കുന്നത് തുടക്കത്തിൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ടല്ല,
മറിച്ച് യുദ്ധത്തിന് ശേഷം ആ ഭാഗങ്ങളൊക്കെ ഇസ്രായേലിന്റെ അധീക്ഷതയിലേക്ക് വരുമ്പോ ആദ്യം ജനങ്ങൾ തന്നെയാണ് അങ്ങോട്ട് ഇനി ഞങ്ങൾ അവിടെ പോയി താമസിച്ച് കളയാം, അങ്ങനെ താമസിച്ച ആൾക്കാരുമുണ്ട്. പിന്നെ ഗവൺമെന്റിന്റെ സബ്സിഡി അതിനുശേഷം ഉണ്ടായി വരികയും ഗവൺമെന്റ് തന്നെ ഇതിനെ സ്പോൺസർ ചെയ്യാൻ തുടങ്ങിയപ്പോ അതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് വന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ തരത്തിലുള്ള മിക്സും ഉണ്ട് ഇതിനകത്ത്. റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇസ്രായേലിൽ ഉണ്ട് ഡെഫിനറ്റ്ലി. അതിന്റെ ഒരു എക്സിസ്റ്റൻസ് നമ്മൾ ഡിനൈ ഒട്ടും ചെയ്യുന്നില്ല. ഇപ്പൊ ഇന്ത്യയിൽ എങ്ങനെയാണ് ഹിന്ദുത്വ വളരുന്നത്? ഇതുപോലെ ഇത് സിമിലർ ആയിട്ട് തന്നെയാണ് കൾച്ചറൽ സയോണിസം ഇസ്രായേലിൽ വളരുന്നത്. ഇതുപോലെ താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഇസ്രായേൽ ടെക്സ്റ്റ് ബുക്സിന്റെ അനാലിസിസ് നടന്നിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് അറബ് വിരുദ്ധതയും അതായത് ആന്റി സെമിറ്റിസത്തിന് ഒറിജിൻസ് ഇസ്ലാമിന്റെ ഗ്രോത്തുമായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ട്. ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. But having said that, there is also a minority, a very vocal minority in Israel itself, who opposes all of this. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലും ലൂടെയും ഒരു ബ്രാഹ്മണിക ചരിത്രവും അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ ചരിത്രവും പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഗോവാൽക്കർ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ആലോചിക്കണം. ഇസ്രായേലിനെ പോലെ എങ്ങനെ ആകരുത് എന്ന് പഠിക്കാൻ ഇസ്രായേൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കണം. ഇതിൽ അവസാനമായിട്ട് ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത്തരത്തില് ഒരു ജനത തുടർച്ചയായിട്ട് അവരുടെ പീഡനങ്ങൾക്ക് ഇരയാകുകയും അവരുടെ വാസസ്ഥലങ്ങൾ അപഹരിക്കപ്പെടുകയും അവർ അഭയാർത്ഥികളായി മാറുകയും അല്ലെങ്കിൽ അവരുടെ കൺമുമ്പിൽ അവരുടെ സ്വന്തം ബന്ധുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിക്കുകയും ഒക്കെ ചെയ്യും. മിക്കവാറും എല്ലാ പാലസ്തീൻ ഫാമിലിയിലും ഏതെങ്കിലും തരത്തില് കൊല ചെയ്യപ്പെട്ട ആൾക്കാരുണ്ടാകും. അപ്പൊ അങ്ങനെ ഈ കാഴ്ചകൾ കണ്ട് വളരുന്ന ഒരു തലമുറ, എനിക്ക് ആ തലമുറയെ കുറിച്ച് ആലോചിച്ച് ഭയങ്കര വേദന തോന്നാറുണ്ട്. ഈ മനുഷ്യർക്ക് നമുക്ക് എങ്ങനെ സമാധാനത്തെ കുറിച്ച് പറയാൻ പറ്റി വരുന്നതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം എന്ന് എങ്ങനെ പറയാൻ പറ്റും? അതായത് സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ട ഒരു മകനോട്, അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ട ഒരു മകനോട്, അല്ലെങ്കിൽ മകനെ നഷ്ടപ്പെട്ട അമ്മയോട് പറയാണ് നിങ്ങൾ ഇത്രയും നാൾ നടന്നിട്ടുള്ള എല്ലാ വിവേചനങ്ങളും മറക്കണം, എന്നിട്ട് നിങ്ങൾ സമാധാനത്തിന്റെ പാതയിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ. പക്ഷെ എന്നാലും അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയുള്ളത് സൗത്ത് ആഫ്രിക്കയിലെ പാഠമാണ്. സൗത്ത് ആഫ്രിക്കയിൽ ഇത്രയും വർഷത്തെ അൺഫോർച്ചുനേറ്റ്ലി ബിജുമോഹൻ, സൗത്ത് ആഫ്രിക്കയിൽ ഈ റെയിൻബോ നേഷൻ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, മണ്ടേല കൊണ്ടുവന്നെന്ന് പറയുന്ന, അപ്പാർത്തൈഡ് കഴിഞ്ഞിട്ട് റീകൺസിലേറ്ററി മെഷേഴ്സ്, അതായത് കറുത്തവർഗക്കാരും വെളുത്തവർഗക്കാരും ഇന്ത്യൻ വർഗക്കാരും ഒരുമിച്ച് പോകണം എന്ന് പറഞ്ഞാൽ റെയിൻബോ നേഷൻ ഫെയിൽഡ് എക്സ്പെരിമെന്റ് ആണ്. അത് കൊളാപ്സ് ചെയ്തെന്നാണ് പല തിയറിസ്റ്റും പറയുന്നത്. വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ്. പക്ഷെ ഇപ്പം 1991 തൊട്ടുള്ള ഫിൽ ബോണറിന്റെ ഒരു സ്റ്റഡി, ഓറൽ വർക്ക്ഷോപ്പ് വെച്ചിട്ടുള്ള ഒരു സ്റ്റഡി, അത് 20 വർഷത്തോളം, ഇപ്പൊ 25 വർഷത്തോളം ഉള്ള സ്റ്റഡിയാണ്. അതിൽ കൊളാപ്സ് ആയെന്നാണ് അതിന്റെ ഒരു വാദം. പിന്നെ എനിക്കിപ്പോ ആസ് എ ഏൻഷ്യൻ ഹിസ്റ്റോറിയൻ എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം, ഈ ഇസ്രായേൽ ജനത ഇവിടുന്ന് പോയല്ലോ, വർഷങ്ങൾ കഴിഞ്ഞ് അവര്, അതായത് 1-ാം നൂറ്റാണ്ട് തൊട്ട് പിന്നെ 1947-48 സയണിസ്റ്റ് മൂവ്മെന്റിന്റെ പാർട്ടായിട്ട് ഇസ്രായേൽ ഒരു നേഷനായിട്ട് വരുന്നത്. സോ ഇതിന്റെ ഇടയ്ക്കൊരു 1900 വർഷങ്ങൾ എലാപ്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടെറിട്ടറിയിലേക്ക് തിരിച്ചു വരുന്നത്. ഈ ഒരു ഐഡിയ തന്നെ നമ്മൾ ഈ ആര്യൻ മൈഗ്രേഷൻ അപ്ലൈ ചെയ്താലോ, ഇവര് നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ വന്ന ആര്യൻസിനെ തിരിച്ച് മെഡിറ്ററേനിയൻ റീജിയനിലോട്ട് പറഞ്ഞു വിട്ടാ അവിടെ ഒരു നേഷൻ അവർക്ക് കൊടുക്കുമോ? 1500 BC അവരിങ്ങോട്ട് വരുന്നത്. ജസ്റ്റ് ഇമാജിൻ ദ അബ്സർഡിറ്റി ഓഫ് ഇറ്റ്. 2000 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം തിരിച്ചു വരണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് ഇവിടുത്തെ ഉള്ള ഈ ബ്രാഹ്മണിക ആര്യൻ ഐഡന്റിറ്റി ഉള്ളവരൊക്കെ പറയാണ് ഞങ്ങളുടെ നാടായിരുന്നു അത്, അവിടെ പോയി താമസിക്കാൻ പറ്റും. ഇറ്റ്സ് അബ്സർഡ്. ഇല്ലെങ്കിൽ നമ്മൾ പറയാം നമ്മളെല്ലാം ആഫ്രിക്കക്കാരാണ്, ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി ആണല്ലോ. ഇറ്റ്സ് സോ അബ്സർഡ്, ഇസ്ന്റ് ഇറ്റ്? 2000 വർഷം മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ടെക്സ്ച്വൽ എവിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ലാൻഡ് ഞങ്ങളുടെയാണ് ഇപ്പോഴെന്ന് പറയുന്നത്. നത്തിങ് ക്യാൻ ബി മോർ അബ്സേർഡ് ദാൻ ദാറ്റ്.
രാഹുൽ ഈശ്വർ ഒരു TV ചർച്ച ചെയ്യുന്നതുകൊണ്ട് പറയാണ്, നിങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രം പറയുമ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് ചരിത്രം പറഞ്ഞാൽ പോരാ, നൂറ്റാണ്ടുകൾ പിറകിലെ ചരിത്രം പറയണമെന്ന്. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മളെ പല ഹിന്ദു ക്ഷേത്രങ്ങളും പിന്നെ ബുദ്ധ സന്യാസിമാർക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമല്ലോ എന്നാണ് എന്റെ ആലോചന. അല്ല, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പം ഉള്ള മനുഷ്യരുടെ അച്ഛന്മാരോ അവരുടെ അപ്പൂപ്പന്മാരോ അവരുടെ അപ്പൂപ്പന്മാരോ ഒന്നും ഇസ്രായേലില്, അതായത് ഇപ്പം ഇസ്രായേലി സിറ്റിസൺഷിപ്പ് ഉള്ളവരുടെ ഒരു 3 generation 4 generation ഈവൻ 10 generations എടുത്തു നോക്കിയാൽ പോലും ഇസ്രായേലിൽ ജീവിച്ചിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും. ഒന്നില്ല അവര് ബെൽജിയത്തില്, പോളണ്ടില്, റഷ്യയില്, അമേരിക്കയിലൊക്കെ, USA ജീവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മളിപ്പം അപ്പം ആൾക്കാര് മാറിയിട്ടുണ്ട്. ആൻഡ് ഡിഫറെന്റ് പീപ്പിൾ ഹാവ് എംബ്രേസ്ഡ് ജുഡൈസം. അങ്ങനെ കുറെ പേര് ഇപ്പം കേരളത്തിലൊക്കെ ഉള്ള കാര്യം അങ്ങനെയാണല്ലോ. മലബാറി ജ്യൂസ് ഒക്കെ ജുഡൈസം എംബ്രേസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇവരുടെ റിലീജൻ വെച്ച് മാത്രമാണ് പറയുന്നത് ഇവർക്ക് ഇസ്രായേലി സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്. ആ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നാളെ കുറെ ജപ്പാൻകാരും ഇന്തോനേഷ്യക്കാരും ചൈനക്കാരും വന്നിട്ട് പറയാണ് ഞങ്ങൾ ബുദ്ധിസ്റ്റ് ആണ്. കേരളം പണ്ട് ബുദ്ധിസ്റ്റ് ആയിരുന്നില്ലേ, കുറെ എവിഡൻസ് ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടതില്ലേ? ഈ ലോജിക്ക് കറക്റ്റ് ആണെങ്കിൽ. കാരണം ബുദ്ധിസ്റ്റ് എവിഡൻസ് നമുക്കുണ്ട്, അൺഡിനയബിൾ എവിഡൻസ് നമുക്കുണ്ട്. അവര് വന്ന് പറയാണ് ഞങ്ങൾ ബുദ്ധിസ്റ്റ് ആണ്. നിങ്ങളിപ്പോ ബുദ്ധിസ്റ്റ് അല്ലല്ലോ, യു ഡോണ്ട് ഫോളോ ദാറ്റ് റിലീജിയൻ എനിമോർ. അങ്ങനെയാണെങ്കിൽ കേരളം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ഞങ്ങൾക്ക് വരണമെന്ന്. അതേ ലോജിക്കല്ലേ ഇപ്പൊ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ ഈ ലോജിക്ക്. റിലീജിയന്റെ ബേസിസിൽ മാത്രമാണ് നമ്മൾ പോകുന്നതെങ്കിൽ then of course we have ഈ ഒരു, കാരണം ഇതൊക്കെ വളരെ അബ്സേർഡ് ആയിട്ട് മെയ്ഡപ്പ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. ഇത് എന്താണ്, ഒന്ന് ചരിത്രം അറിയാത്തതിന്റെയും ചരിത്രബോധം വളരെ 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 കുറവായതിന്റെയും പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ ഒട്ടും എനിക്ക് തോന്നുന്നു ഒരു അക്കാഡമിക് ചരിത്രമായിട്ട് അല്ല എനി കൈൻഡ് ഓഫ് ചരിത്രമായിട്ട് എക്സ്പോഷർ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള അബ്സേർഡ് വാദത്തിന് വേണ്ടി വാദിക്കുന്ന ആർഗ്യുമെന്റ് ഫോർ ആർഗ്യുമെന്റ് സൈക്കാണ്. അവരുടെ വാദത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കുവാദങ്ങൾ ഉയർത്തുന്നു എന്ന് മാത്രം കണക്കാക്കിയാൽ മതി.